പോള വളർന്നേ അതിൻ്റെ ആ പൂക്കൾ കണ്ടില്ലേ, ഒരു പർപ്പിൾ കളറുള്ള പൂക്കളാണ്. 2 പട്ടിക്കുട്ടികൾ ഓടി പോകുന്നുണ്ടാവും. ഇതിൽ യാത്രക്കാരെന്ന് പറയുമ്പം ഞാനും പിന്നെ തൊട്ട് ബാക്കിൽ വേറെ ആളും. ഞാൻ ഈ ഒരു പോർഷൻ പല റീൽസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗമേ ഇവിടുന്ന് ഒരു ബോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നല്ല വിഷ്വലായിരുന്നു അത്. ഈ ഭാഗമാണ് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതാ കാവാലം വരെയുള്ള ടിക്കറ്റ് എടുത്തത് 16 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. നമുക്ക് കാവാലത്ത് നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് അവിടെ വെച്ച് തീരുമാനിക്കാം. കനാലിൻ്റെ വേറൊരു പോർഷൻ രാവിലെ ആയതുകൊണ്ട് വേറെ ലെവൽ കാഴ്ചകൾ കേട്ടോ. ഒരു തടിപ്പാലം കണ്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ക്യാനിൽ കെട്ടിയ ചെറിയൊരു ചങ്ങാടം, സംഭവം കൊള്ളാം കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ വയലേലകളാണ് അപ്പുറത്ത് കാണുന്നത്, തൊട്ടപ്പുറത്ത് കാണുന്നത്. കാഴ്ച കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് കാണാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കച്ചി ഒരു ചെറിയ തുറു പോലെ എടുത്ത് വെച്ചതുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ പോള മാറി കംപ്ലീറ്റ് വെള്ളമായി കേട്ടോ. വിശാലമായ വയലേലകളുടെ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാമേ. ഭയങ്കര വയല. എനിക്ക് തോന്നുന്നൊരു കുട്ടനാടൻ വയലേലകളുടെ ഒരു ഭാഗമൊക്കെ ആണെന്ന് പറയാൻ പറ്റുമല്ലേ. ഒരാളവിടെ വാഷ് ചെയ്യാണ്. രാവിലെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഒരു രസമുണ്ട്. ധാരാണ്ട് കുക്കിരിക്കുന്നുണ്ടോ, എന്തോ കിട്ടുന്നത് പൊളിഞ്ഞ ഒരു വീട്. ആ പുള്ളിക്കാരി ഇവിടെ ഇറങ്ങി. രാവിലെയുള്ള ഈ കാഴ്ച ഉണ്ടോ, അവിടെ ഈ മരങ്ങളുടെ എല്ലാം റിഫ്ലക്ഷൻ വെള്ളത്തിൽ വന്നിങ്ങനെ പതിക്കുന്നതേ ഒരു പ്രത്യേക ഒരു വൈബുണ്ട് ഇവിടെ. ഈ സൈഡിലൂടെ നോക്കിയാലും അവിടെയുണ്ട് കേട്ടോ. വളരെ വിശാലമായൊരു നെൽപ്പാടങ്ങളും ചെറിയൊരു വീട് കാണുന്നത്. ആ ചെമ്പരത്തി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. സത്യം പറഞ്ഞ ഈ കാഴ്ച കാണുമ്പോഴേ ഒരു സ്വർഗീയമായ ഒരു ഇടത്ത് എത്തിയതുപോലെ ഒരു ഫീൽ ചെയ്യുന്നത്. അങ്ങോട്ടൊരു കൈവഴി കിടക്കുകയാണ്. അപ്പോൾ അവിടെ ദൂരെ ഒരു പാലം കാണാം. ഇവിടെ ഇപ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ വള്ളങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് വള്ളം തുഴയാൻ അറിയാത്ത ഒരാൾ പോലും കാണില്ല. കുഞ്ഞുങ്ങൾക്ക് വരെ, കൊച്ചു കുട്ടികൾക്ക് വരെ വള്ളം തുഴയാൻ അറിഞ്ഞിരിക്കും. വേറെ ലെവൽ കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ മുതുവൽ ചിട്ടി എന്ന് പറയുന്ന ഒരു കടവിൽ നിന്ന് 2 കുട്ടികൾ ബോട്ടിൽ കയറി. അപ്പം ഞാനിവിടെ കൂട്ടി ഇപ്പോൾ 3 പേരായി യാത്രക്കാർ. അവർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായിരുന്നു. ഇത് നിങ്ങളുടെ പേരെന്തുവാ? ദീപക് അല്ലേ? മോൻ്റെ പേരെന്തുവാ? ദേവദത്തനല്ലേ? ദീപക്കും ദേവദത്തൻ എത്രയാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിൻ്റെ പേരെന്തുവാ? LP സ്കൂളാണോ UP സ്കൂളാണോ? എല്ലാം ഉണ്ട്. സ്കൂളിൻ്റെ പേരെന്തുവാ? കിടങ്ങറ അല്ലേ? സ്കൂളൊക്കെ ഉണ്ടോ? ഹൈസ്കൂളാണോ? ഇവിടെ കിടങ്ങറ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. കിടങ്ങറ ഒരു ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. രാവിലെ അവരിവിടുന്ന് നിങ്ങൾ സ്ഥിരം ഈ ബോട്ടിലാണ് പോകുന്നത്? ട്യൂഷൻ പോകുമ്പോൾ അല്ലാതെപ്പോഴോ സ്കൂൾ ബസ്സുണ്ടോ? പിന്നെ അങ്ങനെ പോകും? ബസ്സിലൊന്നും പോകാൻ വഴിയില്ല. നടന്നു പോകുന്ന ദൂരമുണ്ടോ? ഇതാണോ സ്കൂള്? അപ്പോൾ ആ കാണുന്നതാണ് കിടങ്ങറ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചുറ്റുമതിൽ കിടക്കുന്നതിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണിപ്പം നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ദീപക്കും ദേവദത്തനും ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങണേ. ദീപക്കും ദേവദത്തനും ഇതാ ഇവിടെ. എന്നാ പൊടി കാഴ്ചയാണ് നോക്കുപോലെ.
ഈ കാഴ്ചകൾ കാണുക ഇതാ ഇവിടെ തന്നെ വരണം കേട്ടോ. അവിടെ ഒരു കള്ള് ഷോപ്പ് കാണാം. ഒരു ബൈക്ക് വരുന്നുണ്ടോ. ശ്രീ ശിവാനന്ദ ക്ഷേത്രം ആറാട്ട് കടവ്. ഇവിടെ ഒരു ചർച്ച കാണാം. ഈ ഒരു കടവിൽ നിന്ന് ആൾക്കാർ കയറണം.